ഇന്ന് നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ നല്ല കഞ്ഞിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചെമ്മീൻ ചമ്മന്തിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. നല്ല ഉണക്ക ചെമ്മീൻ വെച്ചിട്ടുണ്ടാക്കിയ ചമ്മന്തിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എന്നാൽ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു ചെമ്മീനാണ്. ഇത് BCSൻ്റെ ഡ്രൈ ഫിഷ് പ്രൊഡക്ട്സാണ്. ഏകദേശം നല്ലൊരു പാക്കിങ് തന്നെയാണ്, അതുപോലെ തന്നെ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നതുമാണ്. ഞാൻ അധികം ഉണക്കമീനൊന്നും വാങ്ങാറില്ല. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ നമ്മുടെ ആ ഒരു ഉണക്കമീനൊക്കെ ആണെങ്കിലും നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ചെമ്മീൻ മാത്രമല്ല, അവരെല്ലാതരം പ്രൊഡക്ട്സും അതായത് ഡ്രൈ ഫിഷും ഈ ഒരു പാക്കിങ്ങിൽ നല്ല രീതിക്ക് തന്നെ നല്ലൊരു ക്വാളിറ്റിയിലാണ് അവർ ഉപയോഗിക്കുന്നത്. പ്രൊമോഷനൊന്നുമല്ല, നമ്മൾ ജസ്റ്റ് അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഉണക്കമീനൊക്കെ വാങ്ങാൻ ആഗ്രഹമുള്ളവർ ആ ഒരു പ്രൊഡക്റ്റ് എന്തായാലും പോയി വാങ്ങി നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ചെമ്മീൻ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് വെച്ചിട്ട് ഞാൻ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ടിട്ട് നമ്മുടെ ആ ഒരു ഉണക്ക ചെമ്മീൻ ഒരു ഏകദേശം ഒരു പകുതിയോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ചെമ്മീൻ പൊടിൻ്റെ കളറൊക്കെ ഒന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നാൽ തന്നെ നമ്മുടെ ആ ഒരു ചെമ്മീൻ ചമ്മന്തിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. ഏകദേശം 5 മിനിറ്റോളം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് പേര് കണ്ടു പോകുന്നുണ്ട് പക്ഷേ ലൈക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് ഇപ്പം തന്നെ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മുടെ ആ ചെമ്മീൻ്റെ കളറൊക്കെ ചെറുതായി മാറി വരുന്നുണ്ട്. ഏകദേശം 5 മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് നമ്മുടെ ആ ഒരു ഉണക്കമുളകാണെങ്കിലും ചെമ്മീനാണെങ്കിലും കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചമ്മന്തിയാണ്. പണ്ട് നോമ്പ് സമയത്ത് ഞങ്ങളുടെ പള്ളിയിലൊക്കെ കഞ്ഞി കൊടുക്കാറുണ്ട്. ആ കഞ്ഞിക്ക് അവർ സൈഡ് ഡിഷായിട്ട് തരുന്ന ഒരു ചമ്മന്തിയും കൂടിയാണ് ഈ ഒരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തി. എല്ലാവരും കഞ്ഞി വാങ്ങണേക്കാട്ടിലും തിരക്ക് കൂടുതലായിരുന്നു ഈ ഒരു ചെമ്മീൻ ചമ്മന്തിക്ക്, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളതും. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഈ ഒരു ചമ്മന്തി മാത്രം മതി, വേറെ നമുക്ക് കറികളൊന്നും വേണ്ട, അത്രയും ടേസ്റ്റാണ്. ഏകദേശം 5 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് നന്നായിട്ട് അതൊന്ന് തണുത്ത ശേഷം വേണം ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഏകദേശം 1 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിരവിയ തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം 2 ചെറിയ ഉള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതാ ഈ ഒരു സൈസിൽ ചെറിയൊരു കഷ്ണം പുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വാളംപുളിയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ പുളിക്ക് പകരം നിങ്ങൾക്ക് മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സീസണലല്ലാത്തത് കൊണ്ട് നമുക്ക് മാങ്ങ അധികം കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഓൾറെഡി റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം നമ്മുടെ ആ ഒരു ഉണക്ക ചെമ്മീനും വറ്റൽമുളകിൻ്റെ ആ ഒരു മിക്സ് നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മാത്രം വെള്ളം തെളിച്ച് കൊടുത്തിട്ട് വേണം ഈ ഒരു ചമ്മന്തി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് വെള്ളം ഒഴിച്ച് പോകരുത്, ജസ്റ്റ് അതൊന്ന് ഒതുക്കി കിട്ടണ വരെ ചെറുതായിട്ടൊന്ന് വെള്ളം തെളിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കുക. ഒരുപാട് നൈസാക്കി അരയ്ക്കരുത്, അങ്ങനെയാണെങ്കിൽ ആ ഒരു ചെമ്മീൻ ചമ്മന്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല ടേസ്റ്റിലുള്ള ചമ്മന്തി കിട്ടണമെങ്കിൽ എപ്പോഴും കുറച്ച് തരുതര് എന്നുള്ള ആ ഒരു ടെക്സ്ചറിൽ വേണം അരച്ചെടുക്കാൻ. ഇതിപ്പോൾ നിങ്ങൾക്ക് കല്ലിൽ വേണമെങ്കിൽ അരച്ചെടുക്കാം. എനിക്കിപ്പോൾ കുറച്ച് സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ മിക്സിയിലിട്ട് അരച്ചത്. ഞാൻ ആദ്യം കല്ലിലിട്ട് അരയ്ക്കണം എന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇപ്പോൾ സമയമില്ലാത്തത് കൊണ്ടാണ് ചെയ്യുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കല്ലിലും കൂടി അരച്ചെടുത്താൽ. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ചെമ്മീൻ ചമ്മന്തി റെഡിയായി. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റിലുള്ള വളരെ ഈസി ആയിട്ടുള്ള ചെമ്മീൻ ചമ്മന്തി റെഡിയായി. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനും കൂടി പ്രസ് ചെയ്ത് അതിലെ ഓൾ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ ഇതുപോലെ ഒരുപാട് സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്